എനിക്കത് നിങ്ങൾ ഭയങ്കര സ്വീറ്റ് കപ്പിൾ ആണല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ല. എപ്പോഴെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? അടിയുടെ ഇല്ല ഇല്ലാന്ന് തോന്നുന്നു. പക്രചേട്ടൻ എപ്പോഴെങ്കിലും വാരി അടിച്ചിട്ടുണ്ടോ? ഇല്ല നീ കിട്ടിയിട്ടില്ല. കള്ളം പറയല്ലേ? കേടാ ഇല്ലെന്നേ. ഞങ്ങക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്നെ ചേച്ചി. എന്നാ അങ്ങനെ നോക്കുന്നത്? നീ ഇവള് വല്ല ഇവിടെ ഉണ്ടോ? തൂങ്ങിയൊക്കെ ഇറങ്ങി വരൂ. ആദ്യം കൊടുത്തൊരു ഹിന്റ് ഉണ്ടല്ലോ, അൽഫാമിന്റെ കാര്യം പറഞ്ഞു. അതെ, അതും ഇതൂടെ കണക്ട് ചെയ്ത് ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുക. ഓക്കെ, എന്നാ ഞാൻ അങ്ങനെ വിഷമിപ്പിക്കാതെ കാര്യം പറയണം. എന്താ അങ്ങനെ പറയാൻ വലിയ സ്ക്രീനിൽ നഗ്നമായ സത്യം വരാൻ പോവുകയാണ്. ഓക്കെ, ഞാനത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറാം. എനിക്ക് തെല്ല് കിട്ടിയാണോ? നോക്കട്ടെ എന്നാന്ന് ആദ്യം. വീഡിയോ കോൾ ആ സത്യം തുറന്ന് പറയൂ. ഓർക്കടാ, നിന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. ചോദ്യം ചോദിക്കുമ്പോ നിന്നെ മോങ്ങുന്നോടാ. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എനിക്ക് എല്ലാം അറിയണം. പറയേ പോയിട്ട് ഏത് പാട്ട് പാടി, ഏതൊക്കെ പാട്ട് പാടി? എത്ര പാട്ട് പാടി? ഇത്ര നാച്ചുറൽ ആയിട്ട് ഇവർക്ക് ഇത് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെക്കാം. മിക്കവാറും ഷോ കഴിഞ്ഞ് വരുമ്പോ ചേച്ചി ഇങ്ങനെയായിരിക്കും. എന്ത് ദുഷ്ടയല്ലേ എന്നെ അടിച്ച അടി മാത്രല്ല കിഴക്കും കിട്ടിയിട്ടുണ്ട്. അതെ, മിക്കവാറും ഷോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചെയ്യാറുള്ളത്? ചേട്ടാ എത്ര പാട്ട് പാടി? ഇത് വെറുതെ വീഡിയോ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. അത് പറഞ്ഞേ, ഒരിക്കലും ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കോ? ഓ പറഞ്ഞ എങ്ങോട്ടാ ഉണ്ട പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ശരി, എന്നാ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് ഇട്ടേക്കുന്നു. ഓക്കെ, അതങ്ങ് ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. എപ്പോഴെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ വിധിച്ചേട്ടന്? അഭിനയിക്കാൻ താല്പര്യം എനിക്ക് ഇഷ്ടമാണ്. അതായത് ഞാൻ സ്കൂളിൽ ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മോണോ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പാൻഡമിക്കിന് ശേഷം വന്നപ്പോഴാണ് ഒരുപാട് സമയം രണ്ടുപേർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ചുമ്മാ വെറുതെ കുഞ്ഞു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നമ്മള് വീഡിയോസ് എടുത്തു തുടങ്ങി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ ഇപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും വീഡിയോസ് ചെറുതായിട്ടൊക്കെ. സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഒരു പടം? ഞാനിപ്പോ ഡെബ്യൂ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു ചേട്ടാ. അത് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. ഈ ആദ്യമായിട്ടാണോ പറയുന്നത്? അതെ 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 അതെ. അടിപൊളി. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും വിധുചേട്ടൻ പറയാണ് ഏത് പടം, ആരുടെ പടം, എപ്പോ ഇറങ്ങും, എങ്ങനെ, എന്താണ് വേഷം? അത് വിനീതിന്റെ അടുത്ത് വരാൻ പോകുന്ന പടമാണ്. വിനീത് ശ്രീനിവാസന്റെ ക്യാമിയോ റോളാണ്. അതെനിക്ക് വലിയൊരു സന്തോഷം തോന്നിയത് വിനീത് തന്നെയാണ് സജസ്റ്റ് ചെയ്ത എന്റെ പേര്. ഒരു ജാതി ജാതകം വരാൻ പോകുന്ന അതിലാണ് ഫസ്റ്റ് ഡെബ്യൂ. ബാക്കി കാര്യങ്ങൾ പറയണ്ട. ഇനി ബാക്കി നമുക്ക് വരുമ്പോ സിനിമയിൽ വരുമ്പോൾ കാണാം എന്നുള്ളതാണ്. സൂപ്പർ. അപ്പൊ എന്തായാലും ഇതൊക്കെ ജസ്റ്റ് ഒരു ഫൺ മൊമെന്റ് എന്നുള്ള രീതിയിൽ മാത്രം ലൈഫിന്റെ കാര്യങ്ങൾ ചോദിച്ചാണ്. പക്ഷെ നമ്മള് കണ്ടില്ലേ, ഞാൻ ഇപ്പൊ അടിയുടെ കാര്യം ചോദിച്ചു, അവള് സിനിമ വരെ എത്തി. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റി സിനിമയുടെ കാര്യങ്ങൾ. ഓക്കെ, എന്നാൽ ഞാൻ ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നമ്മളൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് വിഷസ് വീഡിയോ, ആശംസ നൽകുക എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആണോ അതോ ലൈവായിട്ടാണോ നോർമലി ചെയ്യാറുള്ളത്? ലൈവായിട്ടല്ലേ, ലൈവായിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് താല്പര്യം എപ്പോഴും. അതിലിപ്പോ ഡ്രാമ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആണ്. പക്രചേട്ടനാണെങ്കിലോ? ഞാൻ ഇടയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഡ്രാമ കൊടുക്കും. നമുക്ക് വിധിച്ചേട്ടൻ അങ്ങനെ ഒരു ആശംസ വീഡിയോ കണ്ടാലോ? അയ്യോ, ഏതാ? ഓക്കെ, നെക്സ്റ്റ് അൽഫാം പ്ലീസ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന ഒരു ക്രിസ്മസ് കൂടി വരവായി. ഈ സുദിനത്തിൽ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് ഈവിനെ മാറ്റുകൂട്ടാൻ ഞങ്ങൾ എത്തുന്നു. നിങ്ങളും എത്തില്ലേ? ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പ്രിൻസിലൻ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഇതിലുള്ളവരാ. അവരാണ് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഇപ്പൊ നമ്മുടെ വീഡിയോസിന്റെ ചെയ്യുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്ന ഐഡിയ ഇത് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. അതെ അതെ. ഇപ്പൊ ഞാൻ മനസ്സിൽ എന്താണെന്നറിയട്ടെ, ഇതൊക്കെ ചെകഞ്ഞെടുത്തോണ്ട് വന്നവന് എന്തെങ്കിലും കിട്ടിക്കൊണ്ട് വന്നതേ. ഇതൊക്കെ ഇത്രയും നമ്മുടെ പ്രേക്ഷകരെ ഏറ്റെടുത്ത വീഡിയോസ് ആണ് ഇതൊക്കെ. ഇതിലൊരു വെറൈറ്റി ഉണ്ട്. എല്ലാ ആശംസകളിൽ നിന്നും വ്യത്യസ്തമാണത്. അതെ, അതാ പറഞ്ഞ കുറച്ച് ഡ്രമാറ്റിക് ആണ്. അതിന് കോസ്റ്റ്യൂം അതാണ്, നല്ലൊരു റീച്ചും ഉണ്ട്. അതായത് റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോവുക. അപ്പൊ എനിക്ക് വേണ്ട രീതിയിലുള്ള റോള് കിട്ടിയില്ല, റോള് ഭയങ്കര കുറഞ്ഞുപോയി.
അപ്പൊ എനിക്കാകെ ഷൈൻ ചെയ്യാൻ പറ്റുന്നത് ഈ വിഷസ് വീഡിയോ ഇല്ല. അപ്പൊ ഞാൻ എന്റെ അഭിനയം മുഴുവൻ കാഴ്ചയാ. അല്ലാതെ 2 സെക്കൻഡ് 500 ഗ്രാം അങ്ങ് ഇട്ട് കൊടുത്തു. കിട്ടിലായിട്ടൊരു വിശ്വസ് തന്നെ. എപ്പോഴെങ്കിലും ഇങ്ങനത്തെ വിശ്വസ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നിട്ട് അവസാനം ഇതൊക്കെ കണ്ടിട്ട് എപ്പിസോഡ് കണ്ടിട്ട്? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളില്ല. ഓൾ റൈറ്റ്, ഓക്കെ. ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇല്ല ഇവരുടെ വെബ് സീരീസ് കാണുന്നവർക്ക് അറിയാം, ഇവരുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കിടിലം ഫ്ലാറ്റ് ആട്ടോ. അപ്പൊ ആ ഫ്ലാറ്റിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ഓരോ മുക്കും മൂലയും എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ്, എപ്പോഴെങ്കിലും ദീപ്തി ചേച്ചി അറിയാണ്ട് ആ ഫ്ലാറ്റിൽ എന്തെങ്കിലും കുർത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ചില സമയങ്ങളിൽ നിങ്ങൾ മറ്റേ സ്ഥിരം ഫോണിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ടുള്ള എന്തെങ്കിലും? അതെ അതെ അതെ, ചില സമയങ്ങളിൽ അങ്ങനെ ചില ഒപ്പിക്കലുകൾ വേണ്ടി വരുമല്ലോ, അല്ലേ? അതെ, അത് ബക്രജാനോട് ചോദിക്കുന്നത്. കൂട്ടുപിടിക്കട്ടെ. ബക്രജാന്റെ ജീവിതകഥയൊക്കെ ഞങ്ങളോട് കുറെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരുപാട് എപ്പിസോഡുകളുമായി. അല്ലേ? അപ്പോ ചിലപ്പോഴൊക്കെ ചെയ്യേണ്ടി വരും, ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്നാ പറയാവോ? ഫ്ലാറ്റില് പോടോ ആരെങ്കിലും പറയൂ. ഏതെങ്കിലും ഒരു മൈന്യൂട്ട് പിന്നെ എപ്പോഴും ചേച്ചി പൊക്കിയിട്ടുള്ള കാര്യമായിരിക്കും. എന്ന് നിങ്ങൾ ഇവിടെ തൂക്കിക്കും. എന്നാലും ഞാൻ പറയാം, എന്റെ വായിന്ന് വരുമെന്ന് എനിക്ക് ഇവിടെ വെളിപ്പെടുത്തണം. വീണ്ടും പറയട്ടെ, അൽഫാമാക്കാൻ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും പുഴുങ്ങി. എന്താണ് ആ വിഷയം കൂടെ നമുക്ക് നോക്കാം. കിളിയേ മാനസക്കിളിയെ വെറുതെ നിന്നു പിണങ്ങാതെ. ചേട്ടാ സൂപ്പർ ആട്ടോ. താങ്ക് യു. വേറെ എന്തെങ്കിലും പാട്ട് കേൾക്കണോ? എനി സജഷൻസ്? അയ്യോ ചേട്ടാ, പാട്ടല്ല, ചേട്ടന്റെ തഗ് സൂപ്പറാന്നാ പറഞ്ഞേ. താങ്ക് യു. കുഴപ്പമുള്ള കാര്യമില്ല. അതെല്ലാരും ചെയ്യുന്നതല്ലേ, അല്ലേ? ഒരു കുട്ടി ആവശ്യപ്പെട്ടപ്പോ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ദീപ്തി ചേച്ചിയുടെ വോയിസ് അല്ലത്. ദീപ്തി ശബ്ദം മാറ്റി പറഞ്ഞാ മോളിന്ന്. അയ്യോ, ഞാനതൊക്കെ വിശ്വസിച്ചു. റിക്വസ്റ്റ് ചെയ്യാറുണ്ടോ അവിടെ ഫ്ലാറ്റിലുള്ള ഇൻമേറ്റ്സ് ഒക്കെ എപ്പോഴെങ്കിലും? ഐ മീൻ വേറെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഒരു പക്ഷേ ചിലവര് ഇങ്ങനെ ഒരു രണ്ടുപേര് പാടുവോ? അതല്ല, എല്ലാ പാട്ടുകാരനോടും കാണുമ്പോ ചോദിക്കുന്നവരല്ലേ രണ്ടുപേരും ഒന്ന് പാടി. അയ്യോ പ്ലീസ് എന്നൊക്കെ അങ്ങനെ പാടുന്ന സൂപ്പർ. ഇതൊക്കെ വളരെ വീണ് കിട്ടുന്ന അവസരങ്ങളിലെ പാടാറുള്ളൂ നമ്മൾ. ഇതുപോലെ റിയൽ ലൈഫിൽ വീണ് കിട്ടിയിട്ടുണ്ടോ വിധു ചേട്ടാ? ഇല്ല, അതും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാവ വിധുചേട്ടൻ ഇതൊക്കെ വെറുതെ നമ്മുടെ വെബ് സീരീസിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒന്നും ഒരു അനുഭവം പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യനാണ്. ഇങ്ങനെയൊന്നും കണ്ട് നിങ്ങൾ എന്നെ അളക്കല്ലേ പ്ലീസ്. ഞാൻ ഇങ്ങനൊന്നും അല്ല. അത് ആ വീഡിയോ CCTV ഫുട്ടേജ് ഒന്നും ഇല്ലല്ലോ, അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് CCTVയുടെ ഫൂട്ടേജ് ഏതോ ഒരെണ്ണം വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവര് പറയുന്നുണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? വേണ്ടെന്ന് വെക്കാം. വേറെ കണ്ടന്റ് കയറാനുണ്ട്. എന്നാ കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാം. അത് പിന്നെ ഒരു എപ്പിസോഡിൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊന്നിട്ട് ഓടി. ഇല്ല, ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ വിചാരിച്ചേട്ടൻ വലിയൊരു ഫാനാണ് ബക്കർ ചേട്ടാ. ഞാൻ ഇങ്ങനെ എല്ലാം കാണാം. ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യുന്നത്? പഴയതെല്ലാം തപ്പിയെടുത്ത് ഇത്ര ആക്കിയില്ലേ? ബക്കർ ചേട്ടൻ കോമഡി മാസ്റ്റേഴ്സിന്റെ കൂടെ വിധിച്ചേട്ടന്റെ കൂടെയാണോ? വിധിച്ചേട്ടന്റെ കൂടെ. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ എനിക്ക് ബക്കർ ചേട്ടന്റെ ഒരു വീഡിയോ കാണിക്കാനുണ്ട്. ഞെട്ടിയോ? ഇല്ല, എനിക്ക് ഒരു വീഡിയോ ഉണ്ടാവില്ല. ഉറപ്പാണോ? എന്നാ ഗൈസ്, ഒരു വീഡിയോ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഇപ്പൊ കാണിക്കുന്നില്ല. കാരണം ഇപ്പൊ ഓൾറെഡി നമുക്ക് വിധിച്ചേട്ടനാണല്ലോ നമ്മളിങ്ങനെ അൽഫാമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ഷവർമ പോലെ നിന്ന് നിർത്തി കറക്കാനുള്ള പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം. വീഡിയോ പെട്ടെന്ന് സെറ്റ് ആക്കണേ ഗൈസ്.